എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന മാറ്റങ്ങൾ വിശ്വാസികളെ അമ്പാടും ഞെട്ടിക്കുന്നതാണ്. ഒരു ഭാഗത്ത് വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനാ സമരത്തെ അടിച്ചമർത്താൻ അതിരൂപത നേതൃത്വം മാർ പാമ്പ്ലാനി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുമ്പോൾ, മറുഭാഗത്ത് ഇത്രയും കാലം വിമതരായി നിന്ന അൽമായ മുന്നേറ്റക്കാരെ ആദരിച്ച് ആനയിച്ച് കൊണ്ടുവരികയാണ് അതിരൂപത അധികാരികൾ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പാസ്റ്ററൽ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയത് ഷൈജു ആൻ്റണിയാണ്. വിമതരുടെ ശക്തനായ നേതാവായ ഷൈജു ആൻ്റണി. രൂപതയുടെ നേതൃത്വത്തിൽ ഒരു അൽമായനെത്താവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഇങ്ങനെ വിമതന് നൽകി വത്തിക്കാനെ വരെ എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം അവഹേളിച്ചിരിക്കുന്നത്. ഇത്രയും കാലം റോമിൽ നിന്ന് വന്ന പ്രതിനിധിയെയും ഇവിടുത്തെ മെത്രാന്മാരെയും ഒക്കെ നടുറോഡിലിറങ്ങി തെറി വിളിച്ചും ആക്ഷേപിച്ചും മുദ്രാവാക്യം വിളിച്ചും ഫ്രാൻസിസ് പാപ്പയുടെ കോലം വരെ കത്തിച്ചുമൊക്കെ ആഘോഷിച്ചു നടന്ന കത്തോലിക്ക സഭയ്ക്കും സിറോ മലബാർ സഭയ്ക്കുമൊക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച ഗുണ്ടകളെ വിട്ട് ഏകീകൃത കുർബാന നടത്തുന്ന വൈദികരെ തല്ലി അമർത്തുകയും ഒക്കെ ചെയ്ത അതേ ഷൈജു ആൻ്റണിയും സംഘവും തന്നെയാണ് ഇപ്പോൾ ഇതാ മാർ പാമ്പ്ലാനിയുടെ ഇഷ്ട അനുയായികളെ മാറിയിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1-2 വർഷങ്ങളായി പാമ്പ്ലാനി എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലപ്പത്തേക്ക് എത്തിയോ, വികാരി സെക്രട്ടറിയെ എത്തിയോ, അന്നു മുതൽ പാമ്പ്ലാനി വിമതരെ കൈയച്ച് സഹായിക്കുകയും ഒപ്പം നിർത്തുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമാണ് കാണിച്ചത്. മാർപ്പാപ്പയുടെ പ്രതിനിധി വന്നപ്പോൾ കുപ്പികൊണ്ട് എറിഞ്ഞോടിച്ച അതേ വിമതയുടെ നേതാവാണ് ഷൈജു ആൻ്റണി. തൃശ്ശൂർ അതിരൂപത മെത്രാൻ ആൻഡ്രൂസ് താഴത്തിൻ്റെ കാൽ തല്ലി ഒടിക്കണം എന്ന് ആഹ്വാനം ചെയ്ത അതേ വിമത നേതാവാണ് ഷൈജു ആൻ്റണി. ആ ഷൈജു ആൻ്റണി തന്നെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറിയാക്കി വിശ്വാസികളെയൊക്കെ അപമാനിച്ചിരിക്കുകയാണ് മാർ പാമ്പ്ലാനി. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകുമെന്ന് കർത്താവ് പണ്ട് പറഞ്ഞത് ഇപ്പോൾ മാർ പാമ്പ്ലാനി തെളിയിച്ചു കൊടുത്തു. ഇവിടെ ഇപ്പോൾ വിശ്വാസികൾ വിമതരുമായി, സഭയ്ക്കെതിരെ നിന്ന വിമതർ രൂപതയുടെ അടുത്ത ആൾക്കാരുമായി. പിതാക്കന്മാരെ സഭയും അപഹസിക്കാൻ മുന്നിൽ നിന്ന് ഇവരെ പാസ്റ്ററൽ കൗൺസിൽ ഭാരവാഹികളാക്കാനും ഇവരോടൊപ്പം വേദി പങ്കിടാനും മാർ പാമ്പ്ലാനി അടക്കമുള്ള രൂപത അധികാരികൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. ഇതോടെ സെൻറ് മേരീസ് ബസിലിക്കയിൽ കഴിഞ്ഞ് 43 ദിവസമായി നടന്നു വരുന്ന വിശ്വാസ സമരം, പ്രാർത്ഥനായജ്ഞം അത് വീണ്ടും തച്ചു തകർക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഐക്യമെന്നതും അനുസരണമെന്നതൊന്നും രൂപത നേതൃത്വത്തിന് വിശ്വാസികളിൽ നിന്നും ആവശ്യമില്ലെന്നും വിശ്വാസികളെ ഐക്യത്തോടെ തുടരാൻ രൂപത നേതൃത്വം താല്പര്യപ്പെടുന്നില്ല എന്നും വീണ്ടും വ്യക്തമായിരിക്കുന്നു. 2026-29 അതിരൂപത പാസ്റ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ഷൈജു ആൻ്റണിയും ജോയിൻറ്റ് സെക്രട്ടറിയായി ജെനി സാംരാജും എക്സിക്യൂട്ടീവ് അംഗങ്ങളെ റിജു കാഞ്ഞൂക്കാരൻ, ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ, നിമ്മി ആൻ്റണി എന്നീ വിമതരെയുമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മാർ പാമ്പ്ലാനിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. വിശ്വാസികൾക്ക് മുന്നിൽ ഒരു ബിഷപ്പാണ് താനെന്ന് അവകാശപ്പെടാൻ പോലും അർഹതയില്ലാത്ത തരത്തിൽ മാർ പാമ്പ്ലാനി ഇപ്പോൾ വെറും പാമ്പ്ലാനിയായി മാറിയിരിക്കുന്നു. ഇവരെയൊക്കെ പിതാക്കന്മാരെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ ലജ്ജിക്കുന്നു എന്നാണ് ഇപ്പോൾ അതിരൂപതയിലെ വിശ്വാസികളും പറയുന്നത്.